ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിൻ്റെ മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു വിരാട് കോഹ്ലി. കോഹ്ലിക്ക് ശേഷം ഡുപ്ലിസിയാണ് RCB ടീമിനെ നയിച്ചത്. ഇപ്പോൾ ഇതാ RCB ടീമിൽ ക്യാപ്റ്റൻസി മാറ്റം വരികയാണ്. ഡുപ്ലിസി ഇപ്രാവശ്യം ക്യാപ്റ്റനാകില്ലെന്നാണ് റിപ്പോർട്ട്. 39 വയസ്സായ ഡുപ്ലിസിയുടെ അവസാന IPL ആയിരിക്കും ഇത്. അതുകൊണ്ട് ഇപ്രാവശ്യം പുതിയൊരു ക്യാപ്റ്റനെ പരീക്ഷിക്കാനാണ് RCBയുടെ പദ്ധതി. അത് ആരാണെന്ന് RCB വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും കൂടുതൽ സാധ്യത അത് മാക്സ്വെലിനാണ്. ഇപ്രാവശ്യം മാക്സ്വെൽ RCBയുടെ ക്യാപ്റ്റൻ ആകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇഷാന്റെ കാര്യം ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. ഇഷാൻ ഇനി ഇന്ത്യൻ ടീമിൽ കളിച്ചേക്കില്ല. താരത്തിനെ BCCI കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇഷാനോട് BCCI രഞ്ജി ട്രോഫി കളിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ താരം അത് കളിക്കാതെ മുംബൈ ഇന്ത്യൻസിന്റെ IPL പരിശീലന ക്യാമ്പിലേക്കാണ് പോയത്. BCCI ഇപ്പോൾ കാര്യങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാത്ത ഒരു താരത്തെയും ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമമാണ് BCCI കൊണ്ടുവരുന്നത്. ഇഷാന് BCCI വിലക്കിയിരിക്കുകയാണ്. ഇനി ഇഷാനെ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചേക്കില്ല. ദ്രാവിഡ് രഞ്ജി ട്രോഫി കളിക്കാൻ ഇഷാനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇഷാൻ അത് കേട്ടില്ല. ഇഷാൻ ഇങ്ങനെ വിലക്ക് ലഭിക്കുമ്പോൾ ലോട്ടറി അടിച്ചത് സഞ്ജുവിന് തന്നെയാണ്. സഞ്ജുവിന് ഇനി കീപ്പറായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കും. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ ടീമിൽ നിന്ന് ഒഴിയുകയാണ്. വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നത്. മുംബൈ ടീമിന്റെ കോച്ച് മാർക്ക് ബൗച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്റർവ്യൂ നടത്തി. രോഹിത് ശർമ്മയോട് എല്ലാം പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതെന്നാണ് മുംബൈ കോച്ച് പറഞ്ഞത്. ഇതിന് താഴെ രോഹിത് ശർമ്മയുടെ ഭാര്യ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോച്ച് പറയുന്നതെല്ലാം തെറ്റാണെന്നാണ് ഋതിക പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എങ്കിലും രോഹിത് ശർമ്മ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ രോഹിത് ശർമ്മ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഋതിക പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്നാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പറയുന്നത്. എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ ഭാര്യ പറഞ്ഞതെന്ന് രോഹിത് ശർമ്മ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിട്ടു. ഇതോടുകൂടി രോഹിത് ശർമ്മയും മുംബൈയും തമ്മിൽ തെറ്റിയിരിക്കുകയാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. രോഹിത് IPL 2024 മുന്നേ മുംബൈ ടീം വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാർച്ച് 21 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. രോഹിത് ശർമ്മയ്ക്ക് ടീം മാറാൻ ഇനിയും സാധിക്കും. രോഹിത്തിന് വേണ്ടി CSK ടീം നോക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.